രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു പിന്നെ ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാൻമണി ദാസ് പറഞ്ഞൊരു കാര്യം ഒന്ന് കാണിച്ചു തരാം. അത് കേട്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറ. ഇപ്പോൾ വന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ആരാ കിളവൻ്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ ഇങ്ങനെ കയറുന്നു ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഇത് ഒരു 2-3 തവണയായിട്ട് ഈ ജാൻമണി എന്ന് പറയുന്ന ഈ ഒരു നപുംസകം, ഈ ഒരു കുണ്ടൻ എപ്പോഴും ഇങ്ങനെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ BJP പ്രവർത്തകർ ഇച്ചിരി ആത്മാഭിമാനമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുണ്ടൻ കൂടെ എറണാകുളത്തും തിരുവനന്തപുരത്തും ഓരോരോ കുണ്ടനടിക്ക് വരും. ഈ കുണ്ടനടിക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പൊട്ടിയിൽ കൊടുക്കണമെന്ന് തന്നെയാണ് ഈ ഇമാതിരി പോക്കൃതനം പറയുന്നതിന്. നിയമപരമായിട്ട് ഏതെങ്കിലും ശിക്ഷ മേടിച്ചാൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുകയും വേണം. പോക്കൃത്തരമില്ലേ പറയുന്നത്, ഒരു മര്യാദ വേണ്ടേ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വരെ വിളിക്കുന്നുണ്ട്. തമ്പാക്ക് വെച്ചിട്ടാണ് വന്ന് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞതൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത്ര സംസ്കാരശൂന്യമായിട്ട് സംസാരിക്കുന്ന ഈ കുണ്ടനെ പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പണി കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം ആരും ചെയ്യാൻ പാടില്ല. എങ്കിലും ഇത്രയും പറയുന്നത് ഇവൻ്റെ വായിലിരിപ്പിന്, ഈ കുണ്ടൻ്റെ വായിലിരിപ്പിന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ്. ഇവൻ കൽക്കട്ടയിലൊക്കെ റോഡ് സൈഡിൽ 100 രൂപയ്ക്ക് കുനിഞ്ഞു നിന്നുകൊണ്ടിരുന്നവനാണ്. അങ്ങനെ ഒരുങ്ങാനൊക്കെ പോയി അവസാന ശാല ഒരുക്കമൊക്കെ പഠിച്ച് ഞാൻ കൊച്ചി ചാടി കുറേ കുനിഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഇത് കിട്ടി. അങ്ങനെ കയറി വന്ന് നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഒന്ന് കയറി വന്നപ്പോഴത്തേക്ക് എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ കുണ്ടന് പണി കൊടുക്കാനുള്ളത് ഈ ഇമാതിരി പോക്കരത്തരം പറഞ്ഞ് ഉറപ്പായിട്ട് പണി കൊടുക്കണമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ BJP പ്രവർത്തകരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവനെതിരെ പരാതി കൊടുക്കണം. കാര്യം അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ പ്രധാനമന്ത്രിയെ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു, തമ്പാക്കടിച്ചിട്ട് വന്നിരുന്ന ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, ഇപ്പോൾ ഏകദേശം ഒരു 5-6 തവണ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക. ഇനി കേരളത്തിലോട്ട് വരും. അപ്പോൾ ഇത് നേരിട്ട് ചോദിക്കാനുള്ളൊരു അവസരം എല്ലാവർക്കും കിട്ടും. അപ്പം നേരിട്ട് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ, ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോലെ ഒരു പട്ടിത്തിട്ടം നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുമെങ്കിൽ പിന്നെ വഴിയെ പോകുന്നവനും പോകുന്നവനും എല്ലാവരും പറയും. അപ്പോൾ ആ ഒരു അവസരം ഉണ്ടാക്കാതെ ഈ ചോദിക്കാനുള്ള സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നിർത്തേണ്ടവനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ടതുപോലെ നിർത്താൻ നമുക്ക് പറ്റും. അപ്പം കുറേ പേരിങ്ങനെ ഇതിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊക്കെ പറഞ്ഞവർ പലരും മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അത് നേരത്തെ ഒരുത്തി തോക്കെടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വെടിവെക്കുമെന്ന് പറഞ്ഞ് ഒരുത്തൻ ഈ ജൻസി കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ പോയി പോലീസുകാരെ കല്ലെറിഞ്ഞത്, അതുകൊണ്ട് ഞാനും കല്ലെറിയണമെന്ന്, അതുകൊണ്ട് യുവാക്കളും പോയി കല്ലെറിയണമെന്ന് പറഞ്ഞ്. അപ്പോൾ യുവമാരൊക്കെ മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ കുണ്ടനെ കൊണ്ടും മാപ്പ് പറയിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഒരുക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ BJP പ്രവർത്തകരാണെന്ന് പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല, നാണക്കേടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ കുണ്ടനുള്ള പണി നിങ്ങൾ തന്നെ കൊടുക്കണം.